സെന്റിനലീസ് വളരെ കരുത്തരായ മനുഷ്യരാണ്. പലരും അവിടേക്ക് നിയമവിരുദ്ധമായി അതിക്രമിച്ചാണ് കടന്നു ചെല്ലാറ്. പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ പണത്തിനു വേണ്ടി സഞ്ചാരികളെ ദ്വീപിലെത്തിക്കാൻ തയ്യാറാകും. ഒന്നുകിൽ അത് വിജയിക്കില്ല, അല്ലെങ്കിൽ കൊല്ലപ്പെടും. ഇങ്ങനെയാണ് ഇതെപ്പോഴും അവസാനിക്കാറുള്ളത്. സെന്റിനലീസുകൾ പുറത്തുനിന്നുള്ള ആളുകളെ കണ്ടപാടെ ആക്രമണത്തിന് മുതിരാറില്ല. ആദ്യം വാണിംഗ് കൊടുക്കും, ആംഗ്യത്തിലൂടെയും മുഖഭാവത്തിലൂടെയും ഒക്കെ. പിന്നെ അമ്പും വില്ലും കാണിക്കും. അതും കഴിഞ്ഞേ ആക്രമിക്കൂ. പ്രകൃതി ശക്തിയെ ആരാധിക്കുന്നവരാണ് സെന്റിനലീസ് എന്ന് പറയപ്പെടുന്നു. അവർ ആകാശത്തോടും ഭൂമിയോടും ജലത്തോടുമാണ് പ്രാർത്ഥിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇവിടത്തെ ഗോത്രവിഭാഗം എന്നതിനാൽ അവരുടെ സുരക്ഷയും സ്വകാര്യതയും മാനിച്ച് ഇന്ത്യ ഗവൺമെന്റ് ദ്വീപിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. ദ്വീപിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല. ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം. 2006 സുനാമിയിൽ ഇവർ നശിച്ചിരിക്കാമെന്ന് കരുതിയെങ്കിലും ഇവർ അതിസമർത്ഥമായി അതിജീവിച്ചു. പുറത്തുനിന്നുള്ളവരുമായി ആശയവിനിമയത്തിന് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല. സുനാമി സാരമായി ബാധിച്ച ഈ ദ്വീപിന് സഹായം എത്തിക്കാൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ അവർ അമ്പെയ്തോടിച്ചു. അന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ അമ്പെയ്യുന്ന ദ്വീപവാസികളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. 2018 ഇവിടെ എത്തിയ അമേരിക്കൻ മിഷണറി കൊല്ലപ്പെട്ടത് നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ ഡോക്യുമെന്ററി വന്നിരുന്നു. എന്നാൽ ഒരു ഗോത്രാവകാശ സംഘടനയുടെ അഭിപ്രായത്തിൽ സെന്റിനലീസ് വലിയ വംശനാശ ഭീഷണി നേരിടുന്നതായി പറയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ് ഈ ഗോത്രവർഗക്കാരെന്നാണ് സർവൈവൽ ഇന്റർനാഷണൽ പറയുന്നത്. കാരണം ഇവർക്ക് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവിക ശേഷിയില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ടൂറിസം ഇവരുടെ നിലനിൽപ്പിന് ഇന്ന് ഭീഷണിയാവുകയാണ്.